ബി.ജെ.പി. നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ നിയമ ഭേദഗതികൾ രാജ്യത്തെ തൊഴിലാളി വർഗത്തെ നരകയാതനയിലേക്കും അടിമത്തത്തിലേക്കും തള്ളിവിടുന്ന സാഹചര്യം സംജാതമായിരിക്കുകയാണ്. കോവിഡ് മഹാമാരി ഉയർത്തിയ രൂക്ഷമായ തൊഴിലില്ലായ്മ നിമിത്തം തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ജനങ്ങൾക്കുമേൽ അശനിപാതം പോലെയാണ് തൊഴിൽ നിയമ ഭേദഗതികൾ കടന്നുവരുന്നത്. രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമാണുള്ളത്. അവയാകട്ടെ തൊഴിലാളി വർഗം ത്യാഗോജ്വലമായ എണ്ണമറ്റ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തവയാണ്. വ്യാവസായിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് തൊഴിലാളികളുടെ സേവനം അനിവാര്യമായി. എന്നാൽ അക്കാലത്ത് തൊഴിലാളികളുടെ ജീവിതം ദുരിതമയമായിരുന്നു. തുച്ഛമായ കൂലി, 16 മണിക്കൂറിനുമേൽ ജോലി, അടിമതുല്യമായ പരിഗണന. മുതലാളിത്തത്തിൻ്റെ ഈ നിലപാടുകൾ തൊഴിലാളികളുടെ ജീവിതം ഇരുളടഞ്ഞതാക്കി മാറ്റി. തൊഴിലാളി വർഗത്തിൻ്റെ സംഘടിത രൂപങ്ങൾ അക്കാലത്ത് പലയിടത്തും പ്രത്യക്ഷപ്പെട്ടു. ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ തൊഴിലാളി വർഗം അധികാരത്തിലെത്തിയത് യൂറോപ്പിലെ തൊഴിലാളികളുടെ ആവേശം ഉണർത്തി. വർദ്ധിത വീര്യത്തോടെ അവർ സംഘടിച്ചു. 1813 ബ്രിട്ടനിലെ യോർക്ക്ഷയറിൽ നടന്ന കൂട്ടക്കൊല, 1886 അമേരിക്കയിലെ ഹേയ് മാർക്കറ്റിലെ കൂട്ടക്കൊല, 8 മണിക്കൂർ ജോലിക്കായി സമരം ചെയ്തതിന് ഷിക്കാഗോയിലെ തൊഴിലാളികൾക്ക് നേരെ നടന്ന ആക്രമണം എന്നിങ്ങനെ രക്തരൂക്ഷിതമായ നിരവധി പ്രക്ഷോഭങ്ങൾ തൊഴിലാളികളുടെ അവകാശ സമരത്തിൻ്റെ ചരിത്രത്താളുകളിൽ എഴുതി ചേർക്കപ്പെട്ടു. 1848 മാർക്സും ഏംഗൽസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ മുന്നോട്ട് വെച്ച ശാസ്ത്രീയ സോഷ്യലിസം തൊഴിലാളി വർഗ പോരാട്ടങ്ങൾക്ക് ശരിയായ ദിശാബോധം നൽകി. തൊഴിലാളി മുതലാളി ബന്ധങ്ങളുടെ പുനർനിർവചനമായി അത് മാറി. 1881 നിലവിൽ വന്ന ട്രേഡ് യൂണിയൻ ആക്റ്റും തുടർന്നു വന്ന ജനപ്രാതിനിധ്യ നിയമവും തൊഴിലാളികളുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ ഊട്ടിയുറപ്പിച്ചു. ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടത്. റെയിൽവേ നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഇന്ത്യയിലെ വർഗസമരത്തിൻ്റെ പിതാമഹന്മാർ. 1907 റെയിൽവേ പണിമുടക്ക്, 1908 ബോംബെ മിൽ തൊഴിലാളികളുടെ പണിമുടക്ക് എന്നിവ തൊഴിലാളി വർഗ പ്രക്ഷോഭ പാതയിലെ അവിസ്മരണീയ ഏടുകളാണ്. 1917 ഒക്ടോബർ വിപ്ലവം റഷ്യയിൽ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വഴിയൊരുക്കിയത് ലോകമാകെയുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് ആവേശമായി മാറി. അത് ഇന്ത്യയിലെ തൊഴിലാളികളെയും വളരെയധികം സ്വാധീനിച്ചു. തൊഴിലാളികൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി. ത്യാഗോജ്വലമായ സമരങ്ങളിലൂടെ നേടിയെടുത്തതും കാലാകാലങ്ങളിലൂടെയുള്ള ഭരണകൂടങ്ങൾ അനുവദിക്കാൻ നിർബന്ധിതമായതുമായ ഈ അവകാശങ്ങളാണ് ബി.ജെ.പി. നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കവർന്നെടുത്തിരിക്കുന്നത്. രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ പലതും സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപേ ലഭിച്ചതാണ്. 29ഓളം തൊഴിൽ നിയമങ്ങളാണ് സ്വതന്ത്ര ഭാരതത്തിൽ നിലനിന്നിരുന്നത്. ഈ നിയമങ്ങൾ കാലഹരണപ്പെട്ടവയാണെന്നാണ് മോദി സർക്കാരിൻ്റെ കണ്ടെത്തൽ. ഇതിനു പകരം പുതിയതായി 4 ലേബർ കോഡുകളാണ് ഇപ്പോൾ പാസാക്കിയിട്ടുള്ളത്. കോഡ് ഓൺ വേജസ് 2019, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020, ഓക്യുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് 2020, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020 എന്നിവയാണ് പുതിയ കോഡുകൾ. ഇവ ഓരോന്നും തൊഴിലാളികൾ ഇന്നനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നവയാണെന്ന് ഈ നിയമങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ILO-യുടെ 1919 1930 കൺവെൻഷനുകൾ അംഗീകരിച്ച 8 മണിക്കൂർ ജോലി എന്ന തത്വമാണ് പുതിയ കോഡുകളിലൂടെ അട്ടിമറിക്കപ്പെടുന്നത്. ഈ 4 ലേബർ കോഡുകളിലേക്ക് നമുക്ക് എളുപ്പമൊന്ന് കണ്ണോടിച്ചു പോകാം. വേതന നിയമം അഥവാ കോഡ് ഓൺ വേജസ് 2019. ഇതിൽ 4 നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ദ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936, ദ മിനിമം വേജസ് ആക്ട് 1948, ദ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965, ദ ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976 എന്നീ 4 നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് വേതന നിയമം നിർമ്മിച്ചിരിക്കുന്നത്. മെച്ചപ്പെട്ട ആരോഗ്യവും അന്തസ്സും സൗകര്യപ്രദമായ വിദ്യാഭ്യാസവും ലഭിക്കുന്നതിനുള്ള അടിസ്ഥാന മാനദണ്ഡങ്ങൾക്കുതകും വിധമാണ്
ഇന്ത്യൻ ഭരണഘടന ജീവിക്കാനുള്ള വേതനത്തെ നിർവചിച്ചിട്ടുള്ളത്. 1948 കേന്ദ്ര അഡ്വൈസറി കൗൺസിൽ നിയമിച്ച ത്രികക്ഷി കമ്മിറ്റിയാണ് മാന്യമായ കൂലി എന്നത് തൊഴിലാളികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കണം എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. 1976 തുല്യവേതന നിയമം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാ തൊഴിലാളികൾക്കും തുല്യത ഉറപ്പാക്കുന്നു. 1948 ഫാക്ടറി നിയമം തൊഴിലാളികൾ തുടർച്ചയായി 5 മണിക്കൂർ ജോലി ചെയ്താൽ അരമണിക്കൂർ ഇടവേള നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. എന്നാൽ 2019 വേജ് കോഡ് തൊഴിലുടമയ്ക്ക് ഉതകും വിധം മാറ്റി നിശ്ചയിച്ചിരിക്കുന്നു. തുടർച്ചയായി 12 മണിക്കൂർ വരെ ജോലി ചെയ്യിപ്പിക്കാനുള്ള അനുമതി ഈ നിയമം വഴി തൊഴിലുടമയ്ക്ക് അനുവദിച്ചു നൽകുന്നു. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020 എന്ന രണ്ടാമത്തെ നിയമമാകട്ടെ നിലവിലുള്ള 3 നിയമങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളവയാണ്. ട്രേഡ് യൂണിയൻ ആക്ട് 1926, ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് ആക്ട് 1946, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 എന്നിവയാണ് ഇവ. 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് പ്രകാരം 100-ൽ താഴെ തൊഴിലാളികൾ ഉള്ള സ്ഥാപനം അടച്ചുപൂട്ടുമ്പോഴോ തൊഴിലാളികളെ പിരിച്ചുവിടുമ്പോഴോ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന വ്യവസ്ഥ 300 തൊഴിലാളികൾ വരെയുള്ള സ്ഥാപനങ്ങൾ എന്നാക്കി മാറ്റിയിരിക്കുന്നു. ഇത് ഭൂരിഭാഗം തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വത്തിന് ഭീഷണിയാണ്. പണിമുടക്കിൻ്റെ ആകസ്മികമായ അനിവാര്യതയെ ഒഴിവാക്കുന്നതിനും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളെ ശിഥിലീകരിക്കുന്നതിനും വേണ്ടിയാണ് പണിമുടക്കോ ലോക്കൌട്ടോ പ്രഖ്യാപിക്കുന്നതിന് 60 ദിവസം മുമ്പ് നോട്ടീസ് നൽകണമെന്ന വ്യവസ്ഥ ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ നോട്ടീസ് നൽകിയാൽ മാനേജ്മെന്റ് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതുവരെ പണിമുടക്കു പാടില്ല എന്ന വ്യവസ്ഥയും കൂട്ടിച്ചേർത്തിട്ടുള്ളത്. രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം, സാമ്പത്തിക സ്ഥിതി ഇവയെ മുൻനിർത്തി ട്രിബ്യൂണലുകളുടെ വിധിയെ തള്ളാനുള്ള അനുമതി സർക്കാരുകൾക്ക് നൽകുന്നതാണ് ഈ നിയമത്തിലെ മറ്റൊരു പ്രധാന അപകടം. ഇത് സാമൂഹ്യനീതിക്ക് നിരക്കുന്നതല്ല. കൂടാതെ സർക്കാർ കക്ഷിയായി വരുന്ന കേസുകളിൽ ഇത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നിശ്ചിതകാല നിയമനം എന്നതാണ് മറ്റൊരു സുപ്രധാന തൊഴിലാളി വിരുദ്ധ തീരുമാനം. നിശ്ചിതകാലത്തേക്ക് മാത്രം തൊഴിലാളികളുമായി കരാറുണ്ടാക്കാൻ തൊഴിലുടമയ്ക്ക് അവകാശം നൽകുന്ന ഈ നിയമം തൊഴിൽ സുരക്ഷിതത്വം ഇല്ലാതാക്കുകയും തൊഴിലാളികളുടെ ഭാവി തൊഴിലുടമയുടെ ദയാവായ്പിനെ ആശ്രയിച്ചുമായിരിക്കും. ഇത് തൊഴിലിടങ്ങളിലെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ തൊഴിലാളികൾ മടിക്കുന്ന സാഹചര്യമുണ്ടാക്കും എന്ന് മാത്രമല്ല, സ്ത്രീ തൊഴിലാളികൾ ഈ നിയമത്തിൻ്റെ ഇരകളായി തീരുക തന്നെ ചെയ്യും. തൊഴിൽ സുരക്ഷിതത്വം സംബന്ധിച്ച 3ാമത്തെ കോഡിൽ നിലവിലുള്ള 13 നിയമങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫാക്ടറികൾ, ഖനികൾ, തുറമുഖങ്ങൾ, പ്ലാന്റേഷനുകൾ, വാഹന തൊഴിലാളികൾ, ബീഡി തൊഴിലാളികൾ തുടങ്ങിയ തൊഴിലിടങ്ങളിലെ തൊഴിലാളികളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ട ഈ നിയമങ്ങളാണ് ഒറ്റ കോഡാക്കി മാറ്റിയത്. എന്നാൽ ഈ മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പര്യാപ്തമായ നിർദ്ദേശങ്ങൾ ഈ നിയമത്തിലില്ല എന്നതാണ് പ്രധാന പോരായ്മ. 4ാമത്തെ നിയമമായ സാമൂഹ്യ സുരക്ഷാ കോഡിൽ 9 നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 2ാം ദേശീയ ലേബർ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പാടെ തള്ളുന്നതാണ് ഈ നിയമങ്ങൾ. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ 10 മുകളിൽ വരുന്ന തൊഴിലാളികളെ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി എന്ന വ്യവസ്ഥ ബഹുഭൂരിപക്ഷം വരുന്ന മേഖലകളിലെ തൊഴിലാളികളെ സാമൂഹ്യ സുരക്ഷാ വലയത്തിൽ നിന്നും പുറന്തള്ളും. 5 വർഷത്തിലധികം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് മാത്രമേ ആനുകൂല്യങ്ങൾക്കുള്ള അർഹത വ്യവസ്ഥ ചെയ്യുന്നുള്ളൂ. അതിൽ തന്നെ നിശ്ചിത കാലയളവിലെ ജോലിയിൽ ഏർപ്പെട്ടവർക്ക് യാതൊരു ആനുകൂല്യത്തിനും അർഹത വ്യവസ്ഥ ചെയ്യുന്നില്ല. തൊഴിൽ മേഖലയിലെ കരാർവൽക്കരണത്തിന് ആക്കം കൂട്ടുന്ന വ്യവസ്ഥയാണിത്. 1961 മെറ്റേണിറ്റി ബെനഫിറ്റ് ആക്ട് പ്രകാരം പ്രസവാനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന തൊഴിലുടമയ്ക്ക് 1 വർഷം വരെ തടവ് ശിക്ഷയും 5000 രൂപ വരെ പിഴയും എന്ന വ്യവസ്ഥയെ അട്ടിമറിച്ച് 50,000 രൂപ പിഴയടച്ച് രക്ഷപ്പെടാമെന്ന പുതിയ വ്യവസ്ഥ വനിതകളുടെ അവകാശങ്ങൾ നിഷേധിക്കലാണ്.
നിലവിലുണ്ടായിരുന്ന 29ഓളം തൊഴിൽ നിയമങ്ങൾ 4 ലേബർ കോഡുകളിൽ ഒതുക്കിക്കൊണ്ട് തൊഴിലാളികളുടെ ആനുകൂല്യം കവരുന്നതിനും തൊഴിലുടമകളുടെ ചൂഷണത്തിന് ആക്കം കൂട്ടുന്നതുമായ ഈ കോഡുകളിൽ ജോലി സമയം 8 നിന്നും 12 മണിക്കൂറാക്കി വർദ്ധിപ്പിക്കുകയും സ്ത്രീ തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തിരിക്കുന്നു. രാജ്യമെമ്പാടും വ്യാപകമായ പ്രതിഷേധങ്ങളാണ് ഈ കരിനിയമങ്ങൾക്കെതിരെ ഉയർന്നുവരുന്നത്. കാർഷിക നിയമ ഭേദഗതികൾക്കെതിരെ കർഷകർ നടത്തിയ ഐതിഹാസിക പോരാട്ടത്തിന്റെ വിജയം രാജ്യത്തെ തൊഴിലാളി വർഗത്തിന് പുത്തൻ ഉണർവേകി. കോർപ്പറേറ്റുകൾക്കും മുതലാളിമാർക്കും അനുഗുണമാകുന്ന തീരുമാനങ്ങൾ നിർബാധം നടപ്പിലാക്കിയും രാജ്യത്തെ ജനതയെ വർഗീയമായി ഭിന്നിപ്പിച്ചും എതിർപ്പിന്റെ സ്വരങ്ങളെ മർദ്ദനോപാധികൾ ഉപയോഗിച്ച് അടിച്ചമർത്തിയും മുന്നോട്ടു പോകുന്ന നവലിബറൽ നയങ്ങളുടെ കുഴലൂത്തുകാരായ BJP ഗവൺമെന്റിനെതിരെ രൂക്ഷമായ പ്രക്ഷോഭം നാനാ മേഖലകളിൽ നിന്നും ഉയർന്നു വരേണ്ടതുണ്ട്. തൊഴിലാളികളുടെ ജനാധിപത്യ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനും അവരോടൊപ്പം പങ്കുചേരുന്നു. ഇതിന്റെ ഭാഗമായി 2022 ഓഗസ്റ്റ് 24 നടക്കുന്ന മാർച്ചും ധർണയും വിജയിപ്പിക്കുന്നതിനും പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും എല്ലാവരും അണിചേരണമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആഹ്വാനം ചെയ്യുന്നു.